ഒരു ലവ് ജിഹാദ് നടന്നിട്ട് എന്തേ പ്രശ്നമൊന്നും ഇല്ലാത്തത് എന്ന് ഞാനൊരു വീഡിയോ ചെയ്തതേ ഉള്ളായിരുന്നു നേരത്തെ. ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ബജ്റംഗദൾ നമ്മുടെ അമീർ ഖാൻ്റെയും ഗൗരിയുടെയും കോലം കത്തിച്ചു. കോലം കത്തിച്ചെന്ന് മാത്രമല്ല, അവർ രണ്ടുപേരും നാട് വിട്ടു പോകണം എന്നാണ് പറയുന്നത്. അളിയ അവർ കല്യാണം കഴിഞ്ഞ് അന്നേ നാട് വിട്ടു പോയി. അല്ലെങ്കിൽ അളിയൻ വിചാരിക്കുന്ന പോലെ ഈ പേരുകാരും സെലിബ്രിറ്റികളും ഒന്നും നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറച്ച് നാളേ ഉള്ളൂ. ഒരു വർഷത്തിൽ 100-300 ദിവസവും അവർ വേറെ രാജ്യത്ത് നാട് വിട്ട് ജീവിക്കുകയാണ്. വല്ല അമേരിക്കയിലോ സ്വിറ്റ്സർലൻഡിലോ UK-യിലോ അതുപോലെയുള്ള നമുക്ക് പേര് പോലും അറിഞ്ഞുകൂടാത്ത കാബോ വെർദ എന്നൊക്കെ പറയുന്ന നാടുകളിലൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അളിയനിത് കത്തിക്കുന്നു എന്നുള്ളൊരു സുഖമല്ലാതെ അവരെന്നേ നാട് വിട്ടു പോയി പല സ്ഥലങ്ങളിലും കറങ്ങി സന്തോഷമായിട്ട് ജീവിച്ച് അഭിരമിച്ച് ആനന്ദിച്ച് ആഹ്ലാദിച്ച് പോരുകയാണ്. അളിയനെപ്പോലെയുള്ള കുറേ കൂതറകൾ ഇതും പറഞ്ഞ് ബഹളം വെക്കും. അത് കേട്ട് കുറേ കൂതറകൾ അതിൻ്റെ പിന്നാലെ പായുമെന്നല്ലാതെ മനുഷ്യർക്കിടയിൽ ഒരു ലെവല് കഴിഞ്ഞാൽ ഈ ജാതിയും മതവും ഒന്നുമില്ലാത്ത വിധം വളരെ മനോഹരമായ ബന്ധങ്ങളുടെ ഇടങ്ങൾ കൂടിയാണ് എന്നതാണൊരു സത്യം. ഞാൻ ഈ അടുത്ത സമയത്ത് വല്ലാണ്ട് ഞെട്ടിപ്പോയി. ഒരു രാജ്യത്തുള്ള ഒരു വലിയ മലയാളി വ്യവസായി, നല്ല സമ്പന്നനാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ. ഞാനുമായി ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടുള്ള ഒരു സൗഹൃദമൊക്കെ ഉണ്ട്. അദ്ദേഹം ഒരിക്കലൊരു കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം നമ്മുടെ സ്ഥലത്ത്, അതായത് ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ പെടുന്ന ഒരു ജില്ലയിൽ അദ്ദേഹം അന്ന് രാത്രി വന്ന് താമസിക്കും എന്നോട് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, എങ്ങനെ വന്ന് താമസിക്കും നിങ്ങളെന്ന് ചോദിച്ചവൻ പറഞ്ഞു, അത് നമ്മുടെ തുഷാർ എയർപോർട്ടിൽ വണ്ടി വിടും, അദ്ദേഹം റൂം ബുക്ക് ചെയ്യും, ഞാനിവിടെ വന്ന് താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു, തുഷാർ വെള്ളാപ്പള്ളിയാണോ? ആണ്, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, നല്ല ഫാമിലി ഫ്രണ്ട്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനവിടെ വരാറുണ്ട്, എൻ്റെ വീട്ടിലവർ ഫാമിലിയായിട്ട് വരാറുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ഒരുപാട് നല്ല ബന്ധങ്ങളും നല്ല സൗഹൃദങ്ങളും ഒക്കെ നിലവിലുണ്ട്. അത്തരം സൗഹൃദങ്ങളിൽ ആളുകൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ ഈ അന്യജാതി, വേറെ ജാതി, നമ്മുടെ ജാതി എന്നൊക്കെ പറയുന്നെങ്കിലും ചിലപ്പം നമ്മുടെ ജാതി കൊല്ലാൻ വരുമ്പോൾ അന്യജാതിയായിരിക്കും സഹായത്തിനെത്തുക. നമ്മുടെ ജാതിക്കാരെന്തോ വിചാരിക്കുമെന്നറിയാവോ? ഇനി നമ്മളെന്തിനാ അതിനകത്ത് കയറി പറഞ്ഞ് ഞാൻ നിൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ആ കൂട്ടത്തിലോ എന്തെങ്കിലും വിഷയമുണ്ടായി എൻ്റെ അന്നം മുട്ടിക്കുന്ന എന്തിനാ? അതുകൊണ്ട് ഞാൻ കഥ കടച്ച് കിടക്കാം അല്ലെങ്കിൽ കണ്ണടച്ചുറങ്ങാം എന്നൊക്കെ തീരുമാനിക്കുന്ന പോലെ കിടന്നുറങ്ങിക്കളയും. ബാക്കി നമ്മൾ ശത്രുക്കളാണെന്ന് വിചാരിക്കുന്ന മനുഷ്യരായിരിക്കും അവിടെ പലപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങളുമായി ചിലപ്പോൾ എത്തിച്ചേരുക. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇങ്ങനെ മനുഷ്യർക്കിടയിൽ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ വിളിക്കുന്ന നമ്മൾ സംഗതികളുണ്ടല്ലോ, ഈ ഫ്രണ്ട്ഷിപ്പ് എന്താ പറയുന്നത്, വിവാഹേതര സ്നേഹബന്ധങ്ങൾ എന്ന് പറയുന്നതിലൊക്കെ ഒരു മാനദണ്ഡമില്ലാത്ത പ്രണയവും സ്നേഹവും ഒക്കെയാണ് പരസ്പരം മനുഷ്യർക്കിടയിലുള്ളത്. അതിലൊന്നും ഒരു ജാതിയും മതവും ഒന്നുമില്ല. അതിൽ സ്നേഹിക്കുന്നവൻ ആത്മാർത്ഥമാണെന്ന് തോന്നുന്നെങ്കിൽ അവനെ ആഞ്ഞങ്ങ് സ്നേഹിക്കുക, അവളെ ആഞ്ഞങ്ങ് സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു സംഗതി. നമ്മുടെ അടുത്തൊക്കെ പലപ്പോഴും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ആളുകൾ അറിഞ്ഞാൽ എന്തായിരിക്കും, തല പൊട്ടി തെറിച്ചങ്ങ് പോത്തില്ലയോ? പക്ഷേ എന്താ കാണുന്നത്, അവർക്ക് മാനസികമായും അല്ലെങ്കിൽ അവരെ ഉൾക്കൊള്ളുകയും അവരെ കേൾക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നൊരു ഇടം എന്നുള്ള നിലയിൽ മനുഷ്യർക്കിടയിൽ അങ്ങനെയൊക്കെ ധാരാളമായുണ്ട്. ഇത് വേറെ കുറച്ച് പേരുടെ ആവശ്യം മാത്രമാണ് ഈ ജാതിയും മതവും പറഞ്ഞ് ഇത് വാരിയെറിയൽ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അതിൻ്റെ പ്രാധാന്യത്തിലേ കാണാവൂ. സുഖമായും സന്തോഷമായും ജീവിക്കുന്ന ആളുകൾ നല്ല സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, പാർട്ട്ണർഷിപ്പ് വ്യവസായങ്ങൾ, കച്ചവടങ്ങൾ, ഇതിലൊക്കെ നല്ല ഇഴയടുപ്പവും സ്നേഹവുമൊക്കെയാണ്. അവർക്കിടയിൽ വലിയ കഥാപ്രസംഗം കാണിപ്പും അഭിനയമൊന്നുമില്ല. അതൊക്കെ ഒറിജിനലി അവരങ്ങനെ ശാന്തമായി സ്നേഹിച്ചു പോകുന്നവരാണ്. അതുകൊണ്ട് ഇപ്പോൾ അമീർ ഖാൻ്റെ ഇത് കണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും തമ്മിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നും പറഞ്ഞ് അത് കേട്ട് എല്ലാവരും കൂടെ ചാടി വീണ് ലവ് ജിഹാദ്, ആ ജിഹാദ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് തുള്ളി കളിക്കുന്നെങ്കിലും ആ തുള്ളി കളിക്കുന്നതെല്ലാം ഒരല്പസമയത്ത് ആയുസേ ഉള്ളൂ. ഇതിനു മുമ്പ് തുള്ളി കളിച്ചതൊക്കെ എന്തേ? അതുമല്ല എവിടെയെങ്കിലും പ്രതലത്തിലുണ്ടോ? അതുകൊണ്ട് അതിനെയൊക്കെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. അപ്പോഴേ എനിക്ക് അളിയനോട് പറയാനുള്ള, അളിയ അവർ പോയി, അവർ രാജ്യം വിട്ടു പോയി, ഇനി അവർ അടുത്ത വർഷം ഓണത്തിനേ വരുത്തുള്ളൂ. അളിയനതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് കത്തിക്കണ്ട. എവിടെങ്കിലും ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത ആളുകളുടെ അടുപ്പിലെരിയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുകൂടുക. ഇതിപ്പോൾ ചെയ്ത് എന്തോ കടി മാറ്റാനാണ്?